കൂട്ടുകാരെ ചൊല്ല്, നന്മയുള്ള ദേശത്തെ മേറാറി വീട്ടിലെ കുടിത്ത വിധവയെ കാണാറുണ്ടോ? അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചനീചത്വങ്ങൾ താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങളാ വെള്ളം കുടിക്കാതെ ദുഃഖദുരിതമായി ഇസ്രായേൽ അന്നു കഴിഞ്ഞ കാലം. കാക്കും മനാസെ ചെറുക്കനും യഹോവ നൽകിയ സമ്മാനം. ജൂഡിത്ത് എന്നൊരു വീരപുത്രി അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിലെ ഹോളോഫർണസ് എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ. വെള്ളത്തിനായി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായ നാട്ടുകാർക്ക് കോപത്തടന്തയായി മാറിയ ജൂഡിത്ത് ധീരമാ സത്യം ഒഴിഞ്ഞു. ആ ഹോളോഫർണസിനെ ഞാൻ തന്നെ വകവരുത്തും. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാവമാദേശക്കാർ. അസിറിയയിലെ വിധിയിലൂടെ നിലവിളിച്ചു. ദാസിയുമായവൾ ഓടിടുമ്പോൾ ആർപ്പുവിളിയോടെ മുന്നിലായി സൈന്യത്തിൻ കിങ്കരന്മാർ. ഏതോ സൗന്ദര്യധാമത്തെ എന്നപ്പോൾ ആധീനഭരിതയെ സ്വീകരിച്ചു. നാലാം ദിനം ഒരു സൽക്കാരത്തിൽ വീണുകർന്നു രസിച്ച ശേഷം നിദ്രയെ പൂണ്ടുവാ ഹോളോഫർണസ്. ജൂഡിത്തിൻ പ്രാർത്ഥന ദൈവം കേട്ടു. ശക്തിയാർജിച്ചു അരകുറുക്കിയവൾ പള്ളി മഞ്ചത്തിലേക്ക് ഓടിയെത്തി. തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കും ഒരു വാളെടുത്തു. പ്രാർത്ഥിച്ചു നിന്നവൾ തെല്ലുനേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. സകല പാപങ്ങൾക്കും മാപ്പപേക്ഷിച്ച് നെഞ്ചുപൊട്ടി വിലപിച്ചുകൊണ്ട് തലവെട്ടി ജീവനെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച ശിരസ് അതിവേഗമെത്തിച്ച പുത്രി ഒരു കുഞ്ഞുപോലും അറിഞ്ഞതില്ല. സാത്താനം ശത്രു നശിച്ചുപോയി അസീറിയയുടെ സൈന്യങ്ങളും. എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നു ദൈവസ്വരം. വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ. ഓരോർമ്മയ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കും.